ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെൽഫി. അപ്പോൾ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ വീടുകളിലൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഇതേപോലെ കവേഴ്സൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ വലിയൊരു ബാഗിൽ നിറച്ചിട്ട് ഒന്നുകിൽ വാതിലിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ കിച്ചൺ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിറച്ച് വയ്ക്കും. ഇതൊന്നും ഇപ്പോൾ നമുക്ക് ചെറിയൊരു കവർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ കാണില്ല. അപ്പോൾ നമ്മൾ മുഴുവൻ എടുത്ത് വലിച്ച് പുറത്തിടും, എന്നിട്ട് വീണ്ടും തിരിച്ച് ഉള്ളിലിടും, കുത്തി നിറച്ച് വെക്കും. അങ്ങനെയാണ് സ്ഥിരം ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ചെറുതും വലുതൊക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ 2 സിമ്പിൾ ഐഡിയാസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ കോർണർ ഓർഗനൈസറാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് കയറുമ്പോഴുള്ള ഡോറിൻ്റെ പിന്നിലുള്ള കോർണറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വളരെ ചെറിയ സ്പേസാണ്. ആ ഒരു സ്പേസിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ സ്പേസ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം, വലുതും ചെറുതൊക്കെ ആക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അധികം വലുപ്പമില്ല, അതൊരു 18 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വെടുത്തുള്ള ഒരു ഓർഗനൈസറാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത്ര ഒരു 5 ഇഞ്ച് ആ ഒരു ഡോറിൻ്റെയും വാളിൻ്റെ ഇടയിലുള്ള സ്പേസ് അത്രേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അത്ര എടുത്തത്. അപ്പോൾ അതേപോലെ നമ്മളെ കയ്യിൽ നല്ല വലിയ കാർട്ടൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കോർണർ മുറിക്കുക, ആ കാർട്ടൂണിൻ്റെ കോർണർ തന്നെ ഉണ്ടാവില്ലേ, അത് തന്നെ അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എനിക്ക് അങ്ങനെ കയ്യിൽ അത്ര കട്ടിയുള്ള കാർഡ്ബോർഡ് വലുതില്ലാത്തതുകൊണ്ട് ഞാൻ 2 പീസ് മുറിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ കോർണർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനൊരു ബേസ് വേണം. അപ്പോൾ ആ ഒരു ബേസ് വേറൊരു പീസിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഇനി ഒന്നിതാ ഈ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒന്നാമത്തെ നമ്മൾ ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പോകുന്നു, ഡെക്കറേറ്റിംഗ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് എഡ്ജിനൊന്നും റഫ്നെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മാസ്കിംഗ് ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ കോർണർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് ഞാൻ കുറച്ച് അധികം കട്ടില്ല, അത് ഈ എടുത്ത പോലെ അത്ര കട്ടില്ലാത്തൊരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ലെങ്ത്ത് കുറവുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിൽ കുറച്ച് സർക്കിൾസ് വരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൈ പോകുന്ന വലിപ്പം, ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്ന വലിപ്പം, ആ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ സർക്കിൾ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇത് കട്ട് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം കട്ടിയില്ലാത്തതാണ് എടുത്തതെന്ന് പറഞ്ഞത്. കാരണം ഒരുപാട് കട്ടിയുള്ളതാകുമ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാവില്ലേ. ഈ ഭാഗം നമുക്ക് ഒരുപാട് കട്ടി വേണമെന്നില്ല. ഈ ഭാഗം സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗമല്ലേ, പുറത്തേക്ക് വരുന്ന ഭാഗമാണ്, അതുകൊണ്ട് കട്ടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാർട്ടും പിന്നെ ആദ്യം വെച്ച കോർണർ ഭാഗവും ഒക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഒരു കാണാത്ത ഭാഗത്തൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാർഡ്ബോർഡ് മാത്രം വെച്ച് കൊടുത്താൽ തന്നെ മതി. പിന്നെ ഞാനിതൊന്ന് വീഡിയോ കളർഫുൾ ആവാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് കിച്ചണിൻ്റെ ഡോറിൻ്റെ പിന്നിലാണെങ്കിലും കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാനൊന്ന് കളർഫുള്ളാക്കി കുറച്ച് പേപ്പേഴ്സൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഷെൽഫിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ യാതൊരു കളേഴ്സൊന്നും കൊടുത്ത് മനക്കെടേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസിയായിട്ട് നമുക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഗ്ലൂ ഗൺ എന്തെങ്കിലും ഗ്ലൂ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ അതായത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും കോർണറിലേക്ക് പോകുന്ന ഭാഗമാണ്, ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പേപ്പർ ചെയ്യുന്നപ്പം വെറുതെ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ കോർണറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കവറാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ 3 സ്ഥലത്ത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ മടക്കിയൊക്കെ വെക്കാം. അതല്ലാണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ബോളാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വലുതും ചെറുതൊക്കെ ഒരു സൈഡിന് വലുതും ഒരു സൈഡിന് ചെറുതും എന്നുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും.
ഇതാ ഒരു സൈഡിന് വലുതാണ് അല്ലെങ്കിൽ ഈ സൈഡിന് ചെറുതാണ് നമുക്കൊരു ധാരണ ഉണ്ടായാൽ മതി. ഇതിപ്പോൾ ഞാൻ 5 സെൻറ്റിമീറ്റർ 5 ഇഞ്ചിൻ്റെ വീതി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അത്യാവശ്യം കവേഴ്സ് ഇതിൽ കൊള്ളുന്നുണ്ട്. നമുക്ക് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലുതുണ്ടാക്കിയിട്ട് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഹാക്ക്, ഈ ഒരു ഓർഗനൈസർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് രണ്ടാമത്തെ ഓർഗനൈസർ എന്താണെന്ന് നോക്കാം. ഇതാ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിലിൻ്റെ. അപ്പോൾ ഞാൻ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ പെയിൻറ്റ് അടിക്കണം നിർബന്ധമൊന്നുമില്ല. കളറ് നമുക്ക് അക്രൈലിക് പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. കളറില്ലാതെ ബോട്ടിൽസ് അങ്ങനെ തന്നെ വെച്ചാലും മതി. ഞാനൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി ഇതേപോലെ കളറൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് 2 ബോട്ടിലിനും. അപ്പോൾ അത് 2 ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് രണ്ടിനും നമുക്കൊരു ഓപ്പണിങ് ഇട്ട് കൊടുക്കണം. കവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണിങ്സ് ആണ് 2 ബോട്ടിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചെറിയ കവേഴ്സാണ്, രണ്ടും സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വലുതും ചെറുതും കൂടെ. ഇത് ചെറിയ കവേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു കവർ മടക്കി ലാസ്റ്റ് ആകുമ്പോൾ വേറൊരു കവറും കൂടെ വെച്ച് കൊടുത്തിട്ട് അടുത്ത കവർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര കവറുണ്ടോ അതൊക്കെ മടക്കിയെടുക്കാം. ഈ ഒരു ബോട്ടിലിൻ്റെ വിടുത്തിനനുസരിച്ചിട്ട് അത്രയും കവേഴ്സ് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ വലിയ ബോട്ടിൽസ്, ഇതിനേക്കാളും വലിയ ബോട്ടിൽസ് കിട്ടുമല്ലോ നമുക്ക്. അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതവിടെ ഞാനൊരു 8-10 കവർ വെച്ചിട്ടുണ്ട്. ഒക്കെ ചെറിയ കവേഴ്സ് മാത്രമാക്കി ഞാൻ മാറ്റി വെച്ചതാണ്. അതപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഈ ഹോളിലൂടെ എടുക്കുന്ന രീതിയിലാണ് കേട്ടോ. അങ്ങനെ ഇനി വലിയ കവേഴ്സ് ഇതേപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബോട്ടിലിൽ അതും വെച്ച് കൊടുക്കാം. അത് ഒരുപാട് കവേഴ്സ് ഉണ്ട്, അപ്പോൾ ആ ഒരു ബോട്ടിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് അത്. അപ്പോൾ നമുക്ക് ഇതിനെടുത്ത് വെക്കാം. ഇതിനിതവിടെ ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡോറിൽ ഹുക്കിൽ ഇതുപോലെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡോറിലോ അല്ലെങ്കിൽ വാളിലോ അല്ലെങ്കിൽ കിച്ചൺ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഹുക്കിട്ട് കൊളത്തി വെക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെച്ച് മടക്കിയതുകൊണ്ട് ഒന്ന് എടുക്കുമ്പോൾ അടുത്തതിൻ്റെ ഒരു പോർഷന് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. അപ്പോൾ ചെറുതും വലുതുമൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചെടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.